7 വർഷം മുമ്പ് നിർമ്മാതാവും തിരക്കഥാകൃത്തും സിന്ധിരാജും കൂടി എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, യൂട്യൂബിൽ വൈറലായ അച്ഛൻ്റെ ഒരു പ്രസംഗം സിനിമയാകാൻ ആഗ്രഹമുണ്ട്, സഹായിക്കണം. ഞാൻ കുടുംബജീവിതക്കാരോട് പറയുന്നൊരു കാര്യമാണ്, അതാണ് സിനിമയായത്. ആണുങ്ങൾ എത്ര നല്ലവരാണേലും കല്യാണം കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പം വേറെ പെണ്ണുങ്ങൾ നടന്നു പോകുമ്പോൾ ചുമ്മാ പുറയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതിന് വിളിക്കുന്ന വാക്കാണ് ആണുങ്ങളുടെ 7ാം വർഷത്തിൽ ചൊറിച്ചിൽ എന്നാണ് വിളിക്കുക. ഒരു ഭർത്താവ് ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ അയാളുടെ മകൾ മതം മാറി പ്രേമിച്ചു. അപ്പം തിരുത്താൻ വേണ്ടിയിട്ട് ഇയാൾ വീണ്ടും ഭാര്യയെടുത്ത് ചെല്ലുക. അപ്പം ഭാര്യയോട് രമ്യതപ്പെടണമെങ്കിൽ ഇയാൾ എന്തെല്ലാം ചെയ്യണം? ഞാൻ പറഞ്ഞു, ഭാര്യ എന്നാ പറഞ്ഞാലും വടി വിഴുങ്ങിയതുപോലെ ഒന്നും മിണ്ടാതെ നിൽക്കണം. കറി ഒലത്തണം, ചോറ് വറക്കണം, തുണി പിഴിയണം, തറ തുടയ്ക്കണം. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ഭാര്യ ഭർത്താവിനോട് രമ്യതപ്പെട്ടോളും. ഞാൻ പറഞ്ഞു, ഭാവനാസമ്പന്നനായ സിന്ധിരാജ് അത് മനോഹരമായ തിരക്കഥയായിട്ട് എഴുതി. മോഹൻലാൽ ഭംഗിയായി അഭിനയിച്ചു, മീന കൂടെ ഒന്ന് അഭിനയിച്ചു. ആ പടം 101 ദിവസം ഓടി. എൻ്റെ ധ്യാനപ്രസംഗം സിനിമയായിട്ട് 101 ദിവസം. 101ാം ദിവസം എനിക്കും മോഹൻലാലിനും കൂടെ നിർമ്മാതാക്കൾ അവാർഡ് തന്നു. ആ പടമായിരുന്നു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ഒരു ധ്യാനപ്രസംഗം സിനിമയായിട്ട് മാറി. ഒരു ധ്യാനം കാണിച്ചുകൊണ്ട് ഒരു സിനിമ ഇറങ്ങി, ചെമ്പൻ വിനോദ് നായകനായ ബുമറാങ്. 3 മാസം മുമ്പ് ഞങ്ങൾ വടവിറക്കി രാജകന്യക. ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവം കൊണ്ടുപോകുന്ന വഴി വ്യക്തത.